ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഹെന്ന പ്രോപ്പറായിട്ട് മിക്സ് ചെയ്യുന്നത്. ഇതിലിപ്പോൾ കുറേ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് ഇത് മിക്സ് ചെയ്യാനുള്ള പാകത്തിനായിട്ട് റെഡി ആയിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കാണാം ഗൈസ്, വരും. അപ്പോൾ ഞാൻ മിക്സ് ചെയ്യുന്ന രീതിയാണ് ഇങ്ങനെ. ഇന്ന് കുറച്ച് ആദ്യം അതിലെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കുറേ മിക്സ് ചെയ്യണം. നല്ല നല്ല ഹാർഡ് വർക്കുള്ള പണിയാണ് ഇങ്ങനെ മിക്സ് ചെയ്യാന്നുള്ളത്. പെട്ടെന്നൊന്നും മിക്സായി കിട്ടില്ല. അതിനുശേഷം ഞാൻ അതിൻ്റെ അകത്തേക്ക് ഇടയ്ക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ആ മിക്സ് ചെയ്തേക്കുന്ന ജ്യൂസ് എല്ലാം കൂടെ അങ്ങ് ചേർക്കും. ജ്യൂസല്ല, ടീ പൗഡർ, ബോയിൽ ചെയ്ത വാട്ടർ, അങ്ങനെ വേറെ കുറേ ഇൻഗ്രീഡിയൻസ്, എഗ്ഗുണ്ട്, ആംലക്കി പൗഡർ ഉണ്ട്. ഇത് നല്ല ബർഗണ്ടി ഹെന്നയാണ്. മിക്സ് ചെയ്ത് ഹെയറിൽ അപ്ലൈ ചെയ്താൽ നല്ല സൂപ്പറായിട്ട് കണ്ടോ. ഞാൻ വെള്ളം കുറച്ച് ഇടയ്ക്ക് അപ്ലൈ ചെയ്യും. ഇച്ചിരി ഹോട്ട് വാട്ടർ ആണെങ്കിൽ ബെറ്റർ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഹോട്ട് വാട്ടറും കൂടെ മിക്സ് ചെയ്ത് ഞാൻ ഇടയ്ക്ക് മിക്സ് ചെയ്ത് ഏകദേശം ഈ ഒരു പരുവത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒന്നും ആയിട്ടില്ല, അതിൻ്റെ ഇടയ്ക്ക് ഇനിയും ഉണ്ട്. അപ്പോൾ ഇനിയും അതിലേക്ക് വാട്ടർ ഒഴിച്ച് കൊടുക്കേണ്ടി വരും. വാട്ടർ എന്ന് വെച്ചാൽ ഞാൻ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഇൻഗ്രീഡിയൻസ് വാട്ടറാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാ ചേരുവയും കൂടെ ചേർത്തിട്ടുള്ള ഒരു വാട്ടർ മിക്സാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരുപാട് ഇളക്കേണ്ടി വരും, ഒന്നും ആയിട്ടില്ല, ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുന്നത് എപ്പോഴും അതായത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് വേണം എപ്പോഴും ഇത് ഇളക്കാൻ. ഞാൻ ഇതൊരു ഫോർക്ക് വെച്ചാണ് ഞാൻ ഇളക്കുന്നത്. ബ്രഷ് വെച്ചിട്ട് ഇത് മിക്സ് ചെയ്താൽ ബ്രഷിൻ്റെ ആ ഒരു എൻഡെല്ലാം ഫുള്ള് ഡാമേജ് ആയിട്ട് അടുത്ത ബ്രഷ് വാങ്ങിക്കേണ്ടി വരും. പിന്നെ ഹെന്ന ഞാനധികം സപ്പോർട്ട് ചെയ്യുന്നില്ല, കാരണം ഹെന്ന ഒരു വലിയ കോട്ടിംഗ് ആണ്. അപ്പോൾ സ്മൂത്തനിങ് ചെയ്യേണ്ടവർക്കാണെങ്കിൽ ഹെന്ന ചെയ്താൽ ഒരു 9 മന്ത് ഹെന്ന വർക്കൗട്ട് ആവും ലാസ്റ്റ് മുടിയിൽ. അതേസമയം നാനോപ്ലാസ്റ്റി വർക്കൗട്ട് ആവും. അതൊരു പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റാണ്. പിന്നെ ഇത് റൈറ്റ് സൈഡിലേക്ക് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട്, പിന്നെ ഹെന്ന എന്ന് വെച്ചാൽ മുടിക്കൊരു എക്സ്ട്രാ കോട്ടിങ് നൽകും. നമ്മൾ ഹൈലൈറ്റ് ഒക്കെ ചെയ്താൽ എന്ത് കുഴപ്പമെന്ന് വെച്ചാൽ ഹൈലൈറ്റും ഹെന്നയും കൂടെ മിക്സായിട്ട് ഒരു വേറൊരു കളർ, നമ്മൾ ഉദ്ദേശിക്കുന്ന എക്സാക്റ്റ് കളർ വരാതെ വേറൊരു ഷെയ്ഡ് വരുന്നതായിരിക്കും. അതുപോലെ മുടി ഭയങ്കരമായിട്ട് ഡ്രൈ ആകുന്നതായിരിക്കും. അതുപോലെ കുറച്ച് ദൂഷ്യവശങ്ങളൊക്കെ ഹെന്നയ്ക്കുണ്ട്. എന്നാലും ചിലർ ഹെന്ന മതി എന്ന് വാശി പിടിക്കുന്ന ചിലരുണ്ട്. അവർക്ക് വേണ്ടി എന്നാലും ഹെന്ന ചെയ്യാതെ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ റെഡിയാക്കുന്നത്. ഞാൻ ആദ്യം ഇതിൻ്റെ ദൂഷ്യവശങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ ഹെന്ന ഇവിടെ അടിപൊളിയൊരു പേസ്റ്റായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, ഓൾമോസ്റ്റ് ഡൺ ആണ്. പിന്നെ ഒരുപാട് മിക്സ് ചെയ്ത് അതിൻ്റെ ഇടയ്ക്ക് ചില കട്ടകളൊക്കെ ഉണ്ട്. അത് ഞാനൊന്ന് ഉടച്ചു കൊടുക്കുന്നതാണ് ഈ കാണുന്നത്. അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഭയങ്കര തടസ്സമായിരിക്കും. ഇപ്പോൾ അത്യാവശ്യം നല്ല പേസ്റ്റായിട്ട് ഒഴുകിയിട്ടുണ്ട്. അത് തൊട്ടാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു കട്ട പോലത്തെ ഒരു കഷ്ണം അകത്ത് കിടക്കാതെ ഫുൾ നല്ല പേസ്റ്റി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി മുടിയിലേക്ക് നന്നായിട്ട് പിടിക്കും. കണ്ടോ, ഇടയ്ക്കൊരു കട്ട വന്നതാണ് ഈ കാണുന്നത്. നല്ല കളറുള്ള ഒരു ബർഗണ്ടി ഹെന്നയാണിത്. അതായത് ഒരു ബർഗണ്ടിയിൽ നല്ലൊരു ബ്രൗണിഷ് എന്ന് വേണേൽ പറയാം, അല്ലെങ്കിൽ ഒരു റെഡിഷ് എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഹെന്നയാണിത്. ആയിട്ട് ആ ഒരു പേസ്റ്റ് പരുവത്തിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇതുപോലെ ഹെന്ന വന്നാൽ സൂപ്പറായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും.